ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി ചോദിച്ച കാര്യത്തിലേക്ക്, ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ്നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത്? ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പൊ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിന്റെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടറിന്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം. അതേസമയം ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ രംഗത്തെത്തി. സിസ്റ്റത്തിന്റെ പിഴവാണ് സംഭവിച്ചത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അല്ല, അത് സ്ക്രബ് നേഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നേഴ്സ് ഇല്ല. സ്ക്രബ് നേഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കേറുന്നതും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കേറുന്നതും ഇടുന്നതും. അപ്പം മറ്റേ ഈ ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കുറവായതുകൊണ്ടായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലാണ് ഉപകരണം കുടുങ്ങിയത് എന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ഉഷ വേറെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയായിട്ടുണ്ടെന്നും ഡോക്ടർ ലളിതാംബിക പറയുന്നു. ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ല, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, സ്ക്രബ് നേഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ അടുത്തോളം ഫ്ലോർ നേഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈ ഓപ്പറേഷനിലാണ് വന്നതെന്നുണ്ടോ? ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണാം. 20 വർഷം മുമ്പാണ്. അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല, 30 അനങ്ങാതിരിക്കായത്. പാക്ക് ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിനാണ്. അതിന്റെ വേദന. പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറിയിരുന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആശുപത്രി സമ്മതിച്ചു കഴിഞ്ഞു അവിടെ ഈ പറഞ്ഞതുപോലെ പിഴവ് പറ്റി എന്നുള്ളത്. രണ്ടാമത്തേത്, ഡോക്ടറുടെ ഭാഗത്ത് ആശുപത്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ജീവനക്കാരുടെ അഭാവം. ഒപ്പം ആരോഗ്യമന്ത്രി അടക്കം ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അധികൃതർ?
രഞ്ജിത്ത് 2024 മുതൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരു പ്രത്യേക ഷീറ്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളെ കാണിച്ചു. അതായത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പങ്കെടുക്കുന്ന ഡോക്ടർമാർ, ഒപ്പം തന്നെ അതിനകത്ത് പാലിക്കേണ്ട പ്രോട്ടോകോൾസ്, അത് ഒരു കോളത്തിൽ അത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അത് പരിശോധിച്ച് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ 3 കാര്യങ്ങളും കൃത്യമായി റെക്കോർഡിക്കലായി മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ 2024 മുതലാണ് അത് പാലിച്ചു വരുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ ഡോക്ടർ ഹരികുമാർ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ അതിനു മുൻപ് ഈ ശസ്ത്രക്രിയ നടന്ന സമയത്ത് 2021 ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഒന്ന് കോവിഡ് സമയമായിരുന്നു. അതുകൊണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർ സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല അവിടെ അന്ന് സർജറിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഡോക്ടർ ലളിതാംബികയായിരുന്നു യൂണിറ്റിന്റെ ഹെഡ്. ഡോക്ടർ ലളിതാംബിക റെഫർ ചെയ്ത പേഷ്യന്റുമാണ്. അവരെ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നും പണം നൽകി ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉഷയുടെ മകൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ലളിതാംബികയുടെ അണ്ടറിലാണ് ഇവര്, ആ യൂണിറ്റിന്റെ ഹെഡ് കൂടിയായ ലളിതാംബികയുടെ അണ്ടറിലാണ് ഇവരുടെ ശസ്ത്രക്രിയ അവിടെ നടക്കുന്നത്. 3 ഗൈനക്കോളജിസ്റ്റുകൾ, ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെ 3 ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ അനസ്തേഷ്യ ഡോക്ടർ, ഒപ്പം ഈ നഴ്സുമാർ, ഇത്രയും പേർക്ക് ആ യൂണിറ്റിന് മുഴുവൻ, അതായത് ആ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ യൂണിറ്റിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞതുപോലെ അവർ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെ വീട്ടിൽ ചെന്ന് കണ്ട പേഷ്യന്റാണ്. ഒപ്പം തന്നെ അവര് ഈ പറഞ്ഞ പോലെ ആ യൂണിറ്റിന്റെ ഹെഡുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ യൂണിറ്റിന്റെ ഹെഡിനും ഒപ്പം തന്നെ ആ 3 ഗൈനക്കോളജിസ്റ്റുകളും അനസ്തേഷ്യയും ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ, പിന്നെ ഇത് റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയ നേഴ്സ്, ഇവർക്ക് ഇതിന്റെ ചുമതലയുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും മാറാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആലപ്പുഴ RMOയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇന്ന് ഈ കാര്യങ്ങൾ പരിശോധിച്ചു. പലരെയും ഓൺലൈനായാണ്, കാരണം ഒട്ടുമിക്ക ആളുകളും എല്ലാവരും സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഓൺലൈനിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ റിപ്പോർട്ട് DMEക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ സ്റ്റാഫ് ഷോർട്ടേജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഈ ഉഷയ്ക്ക് നടത്തിയത് ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത്, നല്ല ആഴമുള്ള ഭാഗത്ത് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ശസ്ത്രക്രിയ ഉപകരണം, 6 സെന്റിമീറ്റർ അല്ല, ഈ ഏകദേശം നമ്മളുടെ ഈ കൈയുടെ നീളമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണമാണ് അതിനകത്ത് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. മാത്രമല്ല, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇത് പറ്റിപ്പോയ സംഭവമാണ്. അത് തീർച്ചയായും ഇത് എത്ര ന്യായീകരിച്ചാലും അത് ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയം തന്നെയാണ്. മൂർച്ചയല്ലാത്ത ഉപകരണമാണ്, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട സ്റ്റീലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഉപകരണം വയറിനകത്ത് അകപ്പെട്ടു പോവുകയും അത് എവിടെയും പിടുത്തമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് അവർക്കത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, യൂറിനിലൂടെയാണ് ബ്ലീഡിംഗ് ഉണ്ടായതെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചത് ഇതാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം, ആരോഗ്യരംഗത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേൾക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി. അതോടൊപ്പം തന്നെ ഈ ആശുപത്രി സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ചില്ലറയല്ല. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് വേദിയാകുന്ന, നമ്മൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റു ജില്ലകളിലെ ജനറൽ ആശുപത്രികൾ പോലും ഇതിലും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഡോക്ടർ ഹരികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇത് സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ഇടം തന്നെയാണ് ഇവിടെ എന്നുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗികൾക്ക് മെച്ചപ്പെട്ട ഒരു സംവിധാനം ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റാമെന്ന് പറഞ്ഞത് വീട്ടുകാരുടെ കൂടി അതിന്റെ ഒരു സമയക്രമം പാലിച്ചുകൊണ്ടാണ്, വീട്ടുകാരുടെ കൂടി ഉള്ള ഒരു അനുയോജ്യമായ സമയം കണക്കിലെടുത്താണ് എന്നൊക്കെയാണ് ഡോക്ടർ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംഭവത്തിനകത്ത് പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഉഷയുള്ളത് എറണാകുളത്തെ ആശുപത്രിയിലാണ്. വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വേദിയായത്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ സമ്മതിച്ചത്. ഡോക്ടർ ലളിതാംബിക യൂണിറ്റ് ഹെഡായിരുന്ന സമയത്താണ് ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. യൂണിറ്റിന് മുഴുവൻ വീഴ്ചയിൽ ഉത്തരവാദിത്തമുണ്ടെന്നും സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.